ഹലോ ഗായ്സ്, ഒരുപാട് നാളായി കേട്ടോ ഞാനൊരു വീഡിയോ ഇട്ടെടുത്ത്. ഏട്ടൻ വന്നിട്ട് 5-6 ദിവസമായി. പിന്നെ ആ ഒരു തിരക്കൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കേട്ടോ. ഏട്ടൻ വന്നപ്പോഴത്തേക്ക് തന്നെ നാട്ടിൽ അവിടെ നിൽക്കുമ്പോഴേ പറയും എനിക്ക് ഇവിടെ നാട്ടിലത്തെ വിഭവങ്ങളാണ് ഇഷ്ടം. മീൻകറി, ചമ്മന്തി, പുഴുക്ക്, കട്ടൻ, ചായ, ഇതൊക്കെ തന്നെയാണ്. പായസം, സാമ്പാർ, ഇഡ്ഡലി, ദോശ, ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം അവിടെ തന്നെ കിട്ടും. ഇനി എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഇവിടുന്ന് അവിടെ പോകുമ്പോഴത്തേക്ക് ഏട്ടൻ ഇവിടുത്തെ ഫുഡ് വല്ലാതെ മിസ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് കുറച്ച് പുഴുക്കൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ വിഷമിക്കണ്ട, പോയി മേടിച്ചിട്ട് വരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു വൈകുന്നേരത്ത്. പിന്നെ ഏട്ടൻ പോയി കടയിൽ പോയി അത് പുഴുക്കിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി പിന്നെ ഒരു ഇഡലി കുടുതത്തിനോട്ട് അടുപ്പിലോട്ട് വെച്ച് കേട്ടോ, ഉപ്പൊക്കെ ചേർത്തിട്ട്. പിന്നെ അതെല്ലാം വെന്ത് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി മാറ്റി ഒരു പാത്രത്തിനകത്തോട്ട് ഈ പുഴുക്കെല്ലാം കോരി മാറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പുളിയുമുളക് സെറ്റാക്കണ്ടേ. അപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ എണ്ണയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാലേ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഉപ്പും ഇതെല്ലാം കൂടെ പിന്നെ ചേർത്ത് ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കട്ടനൊക്കെ ഇട്ട് സിറ്റൗട്ടിൽ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ കുട്ടികൾ ഞാനും ഏട്ടനൊക്കെ ആയിട്ട് കഴിച്ച് നമുക്കെല്ലാവർക്കും ഒരുപാട് നാളെ അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് കഴിക്കാനും തോന്നും, ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ ഒരു വല്ലാത്തൊരു മടുപ്പാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. ഹലോ ഗായ്സ്, ഒരുപാട് നാളായി കേട്ടോ ഞാനൊരു വീഡിയോ ഇട്ടെടുത്ത്. ഏട്ടൻ വന്നിട്ട് 5-6 ദിവസമായി. പിന്നെ ആ ഒരു തിരക്കൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കേട്ടോ. ഏട്ടൻ വന്നപ്പോഴത്തേക്ക് തന്നെ നാട്ടിൽ അവിടെ നിൽക്കുമ്പോഴേ പറയും എനിക്ക് ഇവിടെ നാട്ടിലത്തെ വിഭവങ്ങളാണ് ഇഷ്ടം. മീൻകറി, ചമ്മന്തി, പുഴുക്ക്, കട്ടൻ, ചായ, ഇതൊക്കെ തന്നെയാണ്. പായസം, സാമ്പാർ, ഇഡ്ഡലി, ദോശ, ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം അവിടെ തന്നെ കിട്ടും. ഇനി എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഇവിടുന്ന് അവിടെ പോകുമ്പോഴത്തേക്ക് ഏട്ടൻ ഇവിടുത്തെ ഫുഡ് വല്ലാതെ മിസ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് കുറച്ച് പുഴുക്കൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ വിഷമിക്കണ്ട, പോയി മേടിച്ചിട്ട് വരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു വൈകുന്നേരത്ത്. പിന്നെ ഏട്ടൻ പോയി കടയിൽ പോയി അത് പുഴുക്കിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി പിന്നെ ഒരു ഇഡലി കുടുതത്തിനോട്ട് അടുപ്പിലോട്ട് വെച്ച് കേട്ടോ, ഉപ്പൊക്കെ ചേർത്തിട്ട്. പിന്നെ അതെല്ലാം വെന്ത് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി മാറ്റി ഒരു പാത്രത്തിനകത്തോട്ട് ഈ പുഴുക്കെല്ലാം കോരി മാറ്റി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പുളിയുമുളക് സെറ്റാക്കണ്ടേ. അപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ എണ്ണയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാലേ അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഉപ്പും ഇതെല്ലാം കൂടെ പിന്നെ ചേർത്ത് ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കട്ടനൊക്കെ ഇട്ട് സിറ്റൗട്ടിൽ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ കുട്ടികൾ ഞാനും ഏട്ടനൊക്കെ ആയിട്ട് കഴിച്ച് നമുക്കെല്ലാവർക്കും ഒരുപാട് നാളെ അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് കഴിക്കാനും തോന്നും, ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ ഒരു വല്ലാത്തൊരു മടുപ്പാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.